ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാരെ, മറ്റു മുത്താലിം സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു മഹത് വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടും പാടിക്കൊണ്ടും ചൊല്ലിക്കൊണ്ടും ഇരിക്കുകയാണ്. അവിടുത്തെ പ്രകീർത്തനങ്ങളെ കൊണ്ട് ധന്യമായ ഈ ഒരു ദിവസത്തിൽ ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദി നമുക്കിവിടെ ഒരുക്കി നൽകിയ മുഖീമുസ്സുന്ന സ്റ്റുഡന്റ് അസോസിയേഷൻ ആദ്യമായി ഞാൻ നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഈ വേദിയിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ നാഥൻ എനിക്ക് തൗഫീഖ് നൽകിയതിൽ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടേക്ക് വരുന്നത് അത് പ്രബോധനത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹബീബിന്റെ അങ്ങോട്ടുള്ള ഓരോ പോക്കുകളും അത് അതിനേക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവ് മരിച്ചിട്ടും പിതാവ് മരിച്ചിട്ടും അതിൽ നിന്ന് ഈ ഒരു പ്രബോധനത്തിൽ നിന്ന് ഒരു തരിപ്പ് പൊടി പോലും മാറി നിൽക്കാതെ ഇസ്ലാമിന് വേണ്ടി ജീവിതം പൂർണ്ണമായും നൽകി. അങ്ങനെ അബൂതാലിബിന്റെ കീഴിലായിരുന്നു പിന്നീട് ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഖുറൈശികൾക്ക് ഇത് സഹിക്കവയ്യാതായിരുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഓരോ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, എങ്ങനെയാണ് ഈ ഒരു ദീനെ ഇല്ലായ്മ ചെയ്യുക എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ഖുറൈശികൾ ഒരിടത്ത് സംഗമിച്ച് അവർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും, എങ്ങനെയാണ് ഈ ഇത് നിർത്താനുള്ള ഏക മാർഗം എന്താണ് എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അതാ ഒരാൾ പറഞ്ഞു, നമുക്കൊന്ന് പോയി അബൂതാലിബിനെ കണ്ട് സംസാരിക്കണം. ഒരുപാട് സംസാരിച്ച് എന്തായാലും അവിടെ നിന്ന് എന്തെങ്കിലും സഹായമുണ്ടായാൽ നമുക്കിതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് ഒരാൾ പറയുകയുണ്ടായി. അങ്ങനെ അതിൽ നിന്നും ഒരു സംഘത്തെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു 3-4-5 ആളുകൾ കൂടി അവിടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ അവിടെ എത്തി. അബൂതാലിബിനോട് സംഗതികൾ പറയുകയാണ്, ഞങ്ങളുടെ ദൈവങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്, പുച്ഛിച്ച് തള്ളുകയാണ്, അവൻ പുതിയതായി ഒരു ദൈവത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഏകദൈവാരാധന നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനെ അനുവദിക്കാൻ പാടില്ല, ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാശം സംഭവിക്കുമെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ഇതിനൊന്നും വില കൊടുത്തില്ല അബൂതാലിബ്. അബൂതാലിബ് എല്ലാം മാന്യമായി കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതിനുള്ള പരിഹാരം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നും തന്നെ പറഞ്ഞോ അല്ലേ അവിടത്തേക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇത് അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടരുകയായിരുന്നു. അങ്ങനെ പ്രബോധനം തുടങ്ങി വീണ്ടും അങ്ങോട്ടെത്തിയപ്പോൾ ഖുറൈശികൾക്ക് അവിടെ നിന്നും ശക്തമായ ക്രൂരമായ ഒരു മനസ്സ് തോന്നുകയായിരുന്നു. എന്തായാലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ മറ്റൊരു മാർഗം അവരിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ദീന് കൊണ്ടുവരുമ്പോൾ അത്രയധികം ആളുകൾക്ക് ബേജാറും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ദൈവങ്ങളെ പുച്ഛിച്ച് തള്ളുകയാണ്, ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഇവരെല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഏകനായ ഒരു ദൈവത്തെ കൊണ്ടുവന്നുകൊണ്ട്, അതുപോലെ തന്നെ ഒരു പെട്ടെന്നുണ്ടായ ഒരു ജന്മത്തിലൂടെ ഒരു കുട്ടി ഇവിടെ ദീൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് വലിയ ഒരു കാര്യമാണ്, അത് നാം അനുവദിക്കരുതെന്ന് കണ്ടുകൊണ്ട് അതാ വീണ്ടും അവർ ചർച്ച കൂടുകയാണ്. അങ്ങനെ അതിൽ നിന്നും ഒരു തീരുമാനമുണ്ടാവുകയാണ്. ഇനി നമുക്കൊരു മാർഗവുമില്ല, യുദ്ധമെങ്കിൽ യുദ്ധം, കൊലയെങ്കിൽ കൊല, അതിവിടെ നടപ്പാക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നും വീണ്ടും അവർ ചർച്ചയിലേക്ക് കടന്നു. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് തന്നെ നമുക്ക് അബൂതാലിബിനെ പോയി കണ്ട് സംസാരിക്കണം, രണ്ടുപേരെയും കൊലപ്പെടുത്തും, അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഈ പ്രബോധനം ഇവിടെ നിർത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു ആവശ്യവുമായി അബൂതാലിബിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം അബൂതാലിബിനോട് പറഞ്ഞു, അത് നിങ്ങളെ ഒന്നിക്കെ ഞങ്ങൾ വധിക്കും, അല്ലെങ്കിൽ ഈ ദീന് പ്രബോധനം നിർത്തുക എന്നുള്ള ഒരൊറ്റ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മുമ്പിലുള്ളൂ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം, 2 ദിവസത്തിനകം നിങ്ങൾ തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അബൂതാലിബ് വല്ലത്
ഒരു സങ്കടത്തിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വല്ലാതെ ദുഃഖിച്ചിരുന്ന് വളരെയധികം ചിന്തിച്ചു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി ഞാൻ എന്താണ് ചെയ്യുക, ഇവനെ നോക്കാൻ ഞാൻ ഇവിടെ ഒറ്റക്കാണ്, അഥവാ ഞാൻ ഇവിടെ വിട്ടയക്കുക, ഇവനെ ഇവിടെ നിന്ന് ഒഴിവാക്കി മറ്റൊരിടത്തേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ ഇനി ഇവരെ ആരെയാണ് നോക്കുക എന്നുള്ള ഇടത്തെത്തിയപ്പോൾ അതാ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് വിളിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, സംഗതികളൊക്കെ വിശദീകരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നിരിക്കൽ നാം ഈ പ്രബോധനം നിർത്തണം, അല്ലെങ്കിൽ നാം മരിക്കണം. ഇതാണ് അവർ നമ്മളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന രണ്ട് കരാറ് മാത്രമാണ്. 2 ദിവസത്തിനകം അവർക്ക് വിവരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂ താലിബ് പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖത്ത് ഒരു സങ്കടമോ മറ്റോ ഒന്നും പ്രകടിപ്പിച്ചില്ല. ഞാൻ ഇത് അവസാനിപ്പിക്കാനല്ല തീരുമാനിച്ചത് എന്ന് ഒരൊറ്റ ശബ്ദത്തിൽ വിളിച്ചു പറയുകയായിരുന്നു. ഇത് നിർത്തുകയില്ല. അവർ നിങ്ങളുടെ 2 കൈകളിലായി സൂര്യനെയും ചന്ദ്രനെയും വെച്ച് കാണിച്ചു തരികയാണെങ്കിലും ഞാൻ ഈ ദീനി പ്രബോധനം നിർത്തുകയില്ല എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത് കാരണം നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ പോവുകയോ ഇല്ല. കാരണം അത് അല്ലാഹു എന്നിലേക്ക് ഇറക്കിയ ഒരു കാര്യമാണ്. ദൈവം അത് ഒന്നേയുള്ളൂ, അത് അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കാൻ ആരു തന്നെ വന്നാലും ഇതിന് ഒരു കാര്യവും ഞാൻ നിഷേധിക്കുകയില്ല എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.